ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ള കുറച്ചധികം പെർഫ്യൂംസ് ഉണ്ട്. അതിൽ കുറേ തീരാറായതുണ്ട്, പുതിയതും ഉണ്ട്, അങ്ങനെ എല്ലാം മിക്സപ്പ് ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബോഡി സ്പ്രേയും പെർഫ്യൂംസും എല്ലാം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മിക്കതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചിലതൊക്കെ എനിക്ക് ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നന്നായിട്ട് എക്സ്പെൻസൊക്കെ ഇട്ടിട്ട് നല്ല റേറ്റിൽ ഞാൻ വാങ്ങിച്ചതെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു 500 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന പെർഫ്യൂംസ് ആണ് കേട്ടോ. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലുള്ള എല്ലാ ലിങ്കുകളും ഞാൻ അതിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിലായിട്ട് ഞാൻ കാട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ പകുതി മുക്കാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഫ്ലിപ്കാർട്ടിനുണ്ട്, മിന്ത്രാനുണ്ട്, മീഷോന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്രഞ്ച് എസൻസ് എന്ന് പറയുന്ന ഈ ഒരു ബോഡി സ്പ്രേ ആണ് കേട്ടോ. ഇത് മൂന്നൊരു ഫ്രാഗ്രൻസിലുള്ള സ്പ്രേ ആണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ മൂന്നും ഒരു നല്ല ബോഡി സ്പ്രേ ആണ്. പക്ഷെ ഞാനിത് കുറച്ചുകൂടി എന്താ പറയുക, ക്വാണ്ടിറ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചു. കിട്ടിയപ്പോൾ ചെറുതായി പോയി തോന്നി. കുറച്ചുകൂടി ഞാൻ വലിപ്പം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് 50 ml എങ്ങാണ്ട് ബോട്ടിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 125, 120 ആ റേറ്റിലാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ മൂന്ന് സ്മെല്ലായതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല പറ്റിയൊരു സ്പ്രേ ആണ് കേട്ടോ. പിന്നെ അത്രയും സ്ട്രോങ് സ്മെല്ല്, എന്താ പറയുക, തലവേദന എടുക്കുന്ന സ്മെല്ല് അങ്ങനെയൊന്നുമില്ല. നല്ല 3 സ്മെല്ലുകളാണ്, ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുകളാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, സുഡിയോൻ്റെ ആണ് ഈ 2 ഫ്രാഗ്രൻസ് ഉള്ള 2 ബോഡി സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ 99 റുപ്പീസ് അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിക്കും കേട്ടോ, ഓരോരോ ഇത് നോക്കി ടൈപ്പ് നോക്കിയിട്ട്. അപ്പോൾ 2 നല്ല സ്പ്രേകളാണ്. അവിടുത്തെ മിക്കതും അടിപൊളി സ്പ്രേകളാണ്. നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കും നമുക്ക് ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ മിക്കതും നല്ലൊരു സ്പ്രേകളാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉള്ള സ്പ്രേകളാണ്. സുഡിയോത്തെ ആയാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രേ ആയാലും അതിനും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. അടുത്ത സ്പ്രേ എന്ന് പറയുന്നതാണ് യാഡ്ലിൻ്റെ ഈ ഒരു സ്പ്രേ ആണ്. ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് സെറ്റാണ് കേട്ടോ. ഇതിൽ 3 ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അതിൽ കൊടുക്കുന്നുണ്ട്. ഈ 3 കൂടിയിട്ടാണ് ഈ റേറ്റ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. യാഡ്ലിൻ്റെ 3 സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. സെയിം സ്മെല്ലാണ്, അതുകൊണ്ട് നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ഒക്കെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് മാക്സിൻ്റെ ഒരു ബോഡി സ്പ്രേ ആണ്. ഇത് എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു ബോഡി സ്പ്രേ ആണ്, നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയാണ് കേട്ടോ. അടുത്ത സ്പ്രേ എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പറിൻ്റെ ഡിസ്കവർ എന്ന് പറയുന്ന ഈ ഒരു ബോഡി സ്പ്രേ ആണ്. ഇത് പക്ഷേ ലണ്ടൻത്തെ ആണ്, എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പെർഫ്യൂം കൂടി ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഞാൻ പെർഫ്യൂംസ് എടുക്കാമെന്ന് വെച്ചിട്ട് വെച്ചേക്കാണ്. അപ്പോൾ 2 നല്ല സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്താ പറയുക, ബോറുള്ള മണോ അതുപോലെ തലയ്ക്കടിക്കുന്ന മണമൊന്നുമല്ല, നല്ലൊരു മൈൽഡ് നല്ലൊരു സ്മെല്ലായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ലണ്ടൻത്തെ ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകണുള്ളൂ കേട്ടോ, ഗിഫ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ. അടുത്തത് അഡിദാസിൻ്റെ ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് ഫോഴ്സ് എന്നൊക്കെ പറയണ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തിരുന്നതാണ്. തീർന്നു കേട്ടോ, ഫുൾ കാലി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിലർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ചുകൂടി ബ്രാൻഡഡ് ആണ്, അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഒരു 500 എബോവ് എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് സ്ട്രൈക്കറിൻ്റെ ഈ ഒരു പെർഫ്യൂമാണ്. ഇത് ഗൾഫിത്തെയാണ്, ദുബായ് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നതാണ്. കുറച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് അടിച്ചടിച്ച് തീരാറായി. അതുപോലെ അടുത്തത് ചെറി, ഇതും ദുബായത്തെയാണ്. ഇതിൻ്റെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണിത്. ഇത് നിങ്ങൾ ഗൾഫിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യുക കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. ഇത് ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കിട്ടിയില്ലല്ലോ, അപ്പോൾ ആ ഒരു വിഷമത്തിൽ മണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറച്ച്. അതുപോലെ അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അടുത്ത പെർഫ്യൂമാണ് ഐസി ബ്ലൂമിൻ്റെ ഈ ഒരു പെർഫ്യൂം. ഇതും അടിപൊളി സ്മെല്ലാണ്. എന്താ പറയുക, ഇതും ദുബായത്തെയാണ്. ഇത് ഇവിടെ നിന്ന് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഓൺലൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലാണ്ട്
ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇതൊക്കെ. അടുത്തത് യാഡ്ലിൻ്റെ, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ യാഡ്ലിൻ്റെ ഒരു ഗിഫ്റ്റ് സെറ്റ് അതിലുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം ഒരു പോക്കറ്റ് സ്പ്രേ കൂടിയും വരുന്നുണ്ട്. ഇത് മൂന്നും സെയിം സ്മെല്ലാണ്, അതുകൊണ്ട് നല്ല സ്മെല്ലാണ്, നല്ല എന്തോ അടിച്ചുകൊണ്ടിരിക്കാൻ തോന്നാവുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ അത്. അടുത്തത് ഇത് ഞാൻ പറഞ്ഞിരുന്നു ബ്ലാക്ക് പെപ്പറിൻ്റെ ഡിസ്കവറിൻ്റെ, അത് ഞാൻ UK ആണ് ഇതൊക്കെ. ഇതും എൻ്റെ ബ്രദർ ലണ്ടനിൽ വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ലണ്ടനിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഗിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അടിപൊളി നല്ല സ്മെല്ലാണ് കേട്ടോ. അതുപോലെ ഇതും എന്താ പറയുക, സ്പൈസ്ഡ് എംബറിൻ്റെ ഈ ഒരു പെർഫ്യൂമും, ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല. മറ്റേ ബ്ലാക്ക് പെപ്പറിൻ്റെ പെർഫ്യൂം തീർന്നു കേട്ടോ. അതിൻ്റെ ബോഡി സ്പൈസ്ഡ് എംബറിൻ്റെയും ഒരെണ്ണൂടി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ പൊട്ടിക്കാണ്ട് എടുത്ത് വെച്ചേക്കാണ്. ഇതൊക്കെ നമുക്ക് പുറത്ത് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനോ കസിൻസിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും, ലണ്ടനിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ അവിടെയുള്ളവർക്കായാലും ഒന്ന് യൂസ് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. ഇത് കുറച്ച് സ്ട്രോങ് സ്മെല്ലാണ്, എന്താ പറയുക, അത്രയും മൈൽഡ് സ്മെല്ലൊന്നുമല്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽസാണ് കേട്ടോ. അതുപോലെ ഇതും മൈറ്റ്ലീൻ്റെ ഈ ഒരു പെർഫ്യൂമും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്, അത്രയ്ക്കും എന്താ പറയുക മൈൽഡ് സ്മെല്ലോ ഒരു ഫ്രൂട്ടി സ്മെല്ലോ ഒന്നുമല്ല കേട്ടോ. അടുത്തത് ഇത് ലാ ഫ്രഞ്ചിൻ്റെയും ബെല്ല വിറ്റേൻ്റെയും ഡ്രസ്ബെറിൻ്റെയും ബെൻറ്റ് ആസൻ്റെ ഈ ഒരു പെർഫ്യൂംസാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഗിഫ്റ്റ് സെറ്റുകളാണ്. ഇത് ഡ്രസ്ബെറിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. അത് ബിന്ദ്രനെ വാങ്ങിച്ചതാണ്. ഇതിന് 200 സംതിങ് ആണ് റേറ്റ് ആയിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല സ്മെല്ലാണ്. അതുപോലെ നമുക്ക് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു അഡിക്റ്റഡ് ആവുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിലും അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളി ഒരു പെർഫ്യൂമാണ് കേട്ടോ. മസ്റ്റ് ബൈ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ളത് ലാ ഫ്രഞ്ചിൻ്റെ ഒരു ഇതും ബെല്ല വിറ്റൻ്റെ ഒരു ഗിഫ്റ്റും അതുപോലെ തന്നെ ബ്രിട്ട് ആസൻ്റെയും ഒരു പെർഫ്യൂം സെറ്റാണ് കേട്ടോ. ലാ ഫ്രഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലാ ഫ്രഞ്ചിന് പല ടൈപ്പ് ഉണ്ട് ഗിഫ്റ്റ് സെറ്റുകൾ. ഇത് ഇപ്പോൾ ആണുങ്ങൾക്കും വുമൺസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം സെറ്റാണ് കേട്ടോ. ഇതിൽ എന്താ പറയുക കുറച്ച് സ്ട്രോങ് സ്മെല്ലാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെയും ബെല്ലവിറ്റ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ബെല്ലവിറ്റ കുറച്ചുകൂടി എന്താ പറയുക ഒരു ഫ്രൂട്ടി സ്മെല്ലെന്നൊക്കെ പറയാവുന്ന അത്രയും നല്ല സ്മെല്ലുകളാണ് നാലും കേട്ടോ. പിന്നെ ബ്രിട്ട് ആസൻറ്റിൻ്റെ അടിപൊളി സ്മെല്ലാണ്, 5 സ്മെല്ലാണ് കേട്ടോ. അതും 5 നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഏതടിക്കണമെന്ന് കൺഫ്യൂഷൻ വരെ എത്തിക്കാവുന്ന ഒരു പെർഫ്യൂംസാണിത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഐ ആം ഷുവർ ആണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ലാ ഫ്രഞ്ചിൻ്റെ ഈ പെർഫ്യൂം സെറ്റാണ്. ഇതിൽ 4 എണ്ണം വരുന്നുണ്ട്. ഇതിൽ എൻ്റെ ഒരെണ്ണം മിസ്സിങ് ആണ്, ഒരു ബ്ലാക്ക് ബോട്ടിലായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു വൈറ്റ് ബോട്ടിൽ, ബ്ലാക്ക് ബോട്ടിലാണ്. അത് രണ്ടും അടിപൊളിയാണ്. ബാക്കി രണ്ടും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഫസ്റ്റ് 2 ഞാൻ കാട്ടുന്നത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഇത് എന്താ പറയുക ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്, തലയ്ക്കടിക്കും, നമുക്ക് തലവേദന വരെ എടുക്കും. ചിലവർക്ക് ഇഷ്ടപ്പെടും, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കത് ഈ വെച്ചൊക്കെ നോക്കുമ്പോൾ ഈ പെർഫ്യൂംസൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ബാക്കി 2 എണ്ണം ഉണ്ട്, ഒരു വൈറ്റും ബ്ലാക്ക് ബോട്ടിൽസ്. അത് രണ്ടും ഉള്ളതിൽ ഭേദമാണ്. ആ ഒരു ബ്ലാക്കാണ് ഞാൻ യൂസ് ചെയ്തിരുന്നിട്ട് എവിടെയൊക്കെ കൊണ്ട് വെച്ചു, അത് മിസ്സായി പോയിട്ടോ. അതുപോലെ ലാ ഫ്രഞ്ചിൻ്റെ വേറൊരു ഗിഫ്റ്റ് സെറ്റുകൾ പല ഫ്രാഗ്രൻസ് ആയിട്ട് ഇറക്കുന്നുണ്ട് അവർ. പലതും പല സ്മെല്ലുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോക്കിയെടുക്കണം, സ്മെല്ല് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ ബെല്ലവിറ്റിൻ്റെ ഈ ഒരു സ്പ്രേ 4 അടിപൊളിയാണ്. കുറച്ചുകൂടി ഫ്രൂട്ടി സ്മെല്ലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് അത്രയ്ക്ക് എന്താ പറയുക ബോറ് സ്മെല്ലോ ബാഡ് സ്മെല്ലോ ഒന്നുമല്ല. 4 അടിപൊളിയാണ്. ഞാൻ ഈ 4 കുപ്പികൾ മാറി യൂസ് ചെയ്തിട്ട് പകുതി മുക്ക തീർന്നു. എന്നിട്ട് വെച്ചേക്കുന്ന ബോട്ടിൽസാണ് കേട്ടോ അതൊക്കെ. എന്നാലും എനിക്ക് ആ ബോട്ടിൽസിൻ്റെ കളേഴ്സും ഒക്കെ നല്ല അട്രാക്റ്റീവാണ്. പിന്നെ ഇതൊക്കെ 500 ബിലോ വരാവുന്ന പെർഫ്യൂംസാണ്. ബെല്ലവിറ്റ മാത്രമാണ് കുറച്ചുകൂടി റേറ്റായിട്ട് ഒന്ന് കൂടി നിൽക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ 4 പെർഫ്യൂംസാണ്. നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കത് എന്താ പറയുക ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഹാൻഡ് ബാഗിലിടാൻ ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ബ്രിട്ട് ആസൻ്റെ ആണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. കാരണം
അത്രയ്ക്കും അടിപൊളിയാണ്. ഈ 5 പെർഫ്യൂംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഏത് അടിക്കണം എന്ന് വരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അത്രയ്ക്കും അടിപൊളി സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ഇത് ഞാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ എന്താ പറയുക, അടിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു അഡിക്റ്റഡ് ആവാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അത്രയും നല്ലൊരു സ്മെല്ലാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇങ്ങനത്തെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോസായിട്ട് കാട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും അടുത്തടുത്ത വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ നിങ്ങൾക്ക് കാട്ടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയില്ല ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.